ഇന്ത്യയിലേക്ക് ആദ്യമായി അമേരിക്കൻ വ്യോമാക്രമണം. ഇന്ത്യയുടെ തന്ത്രപ്രധാന നിക്ഷേപത്തിന് മേൽ യുദ്ധത്തിന്റെ നിഴൽ വീണിരിക്കുകയാണ്. ഇന്ത്യയുടെ കോടികളുടെ തന്ത്രപ്രധാനമായ ഒരു പദ്ധതിക്ക് ഭീഷണിയാകുകയാണോ എന്ന ചോദ്യം ഉയരുന്നു. മധ്യ ഏഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള ഇന്ത്യയുടെ വ്യാപാര കവാടമായി തന്നെ കണക്കാക്കപ്പെടുന്ന ഇറാനിലെ ചബഹാർ തുറമുഖ മേഖലകളിൽ അമേരിക്ക ആകട്ടെ ആദ്യമായി വ്യോമാക്രമണം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ തെക്കുകിഴക്കൻ തീരപ്രദേശത്തെ ഈ തന്ത്രപ്രധാന മേഖലയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ചബഹാർ തുറമുഖത്തിന് സമീപം തന്നെ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായും തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നയതന്ത്ര മേഖലകൾ, അതായത് ഈ ഒരു വരുന്ന നിയന്ത്രണ ടവറുകൾക്ക് പോലും കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തെ തുടർന്നുകൊണ്ട് പ്രദേശത്ത് വൈദ്യുതി വിതരണം അവിടെ മണിക്കൂറുകളോളം തടസ്സപ്പെട്ടതായും വിവരങ്ങളുണ്ട്. പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും വ്യാപാര പാത ഉറപ്പാക്കാൻ ഇന്ത്യ വലിയ തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ അത്തരമൊരു പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ചബഹാർ തുറമുഖമാകട്ടെ അവിടെ നിർമ്മിക്കപ്പെടുന്നത്. 2024 ഷാഹിദ് എന്ന ആ ഒരു ടെർമിനലിന്റെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ നയതന്ത്രത്തിലേക്ക് എത്തിയതോടെയാണ് ചബഹാർ ഇന്ത്യയുടെ ഒരു ഭൗമരാഷ്ട്രീയ തന്ത്രത്തിലേക്ക് പ്രധാന കണ്ണിയായി തന്നെ മാറുന്നത്. ഈ സാഹചര്യത്തിലാണ് തുറമുഖ മേഖലയെ ചുറ്റിപ്പറ്റിയുള്ള ആക്രമണ റിപ്പോർട്ടുകൾ ഇപ്പോൾ വലിയ ആശങ്ക ഉയർത്തുന്നത്. ഇന്ത്യയുടെ പ്രാദേശിക വ്യാപാര കണക്ടിവിറ്റി പദ്ധതിക്കും അന്താരാഷ്ട്ര ചരക്ക് നീക്ക തന്ത്രങ്ങൾക്കും അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. അതേസമയം ഹോർമോസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അമേരിക്കയുടെ സൈനിക നടപടി എന്നും ഇവിടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതോടുകൂടി തന്നെ മേഖലയിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ ധാരണകൾക്കും അനിശ്ചിതത്വം നേരിടുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ ഇനി ഈ ഒരു ചോദ്യം മാത്രം ഇപ്പോൾ അവശേഷിക്കുകയാണ്. അതായത് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ഇറാനെയാണോ അതോ ഇന്ത്യയുടെ തന്ത്രപ്രധാന വ്യാപാര കവാടമാണോ ഇവിടെ ചബഹാർ, അതായത് ഇത്തരത്തിൽ ചബഹാർ തുറമുഖമാണോ ഇവിടെ US ലക്ഷ്യം വെക്കുന്നത് എന്നതാണ്. ഇതാദ്യമായിട്ടാണ് US സൈന്യം ചബഹാറിൽ ആക്രമണം നടത്തുന്നതും. ആക്രമണത്തിൽ തുറമുഖത്തെ ടവറുകൾ അടക്കമുള്ള സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായതായി തന്നെ റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തെ തുടർന്ന് തുറമുഖ പ്രദേശത്ത് വൈദ്യുതി വിതരണം ദീർഘനേരം തടസ്സപ്പെട്ടു. 2024 മെയിൽ ചബഹാറിലെ ഈ ഒരു മേഖലയിൽ ഈ ഒരു ടെർമിനലിൽ 10 വർഷത്തേക്ക് തന്നെ അതായത് ഇന്ത്യ ആകട്ടെ ഇത് പാട്ടത്തിനെടുത്തിരിക്കുകയായിരുന്നു. മധ്യേഷ്യയിലേക്കുള്ള ചരക്ക് നീക്കം വേഗത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇത്. എന്നാൽ ഇപ്പോഴത്തെ ആക്രമണം ഇന്ത്യൻ പദ്ധതികൾക്ക് തിരിച്ചടിയാകുമോ എന്നത് ആശങ്ക നിലനിൽക്കുകയാണ്. ചബഹാർ തുറമുഖത്തിന് ചുറ്റും 10 സ്ഫോടനങ്ങൾ കേട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെയുമായി തന്നെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ ഒട്ടേറെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു. ഹോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതുമായുള്ള തിരിച്ചടിയായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം തന്നെ. ഇതോടുകൂടി തന്നെ ഇറാനും US തമ്മിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ തീർത്തും അസാധുവായി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.